അപ്പോൾ ഇതൊരു സിമ്പിൾ മുരിങ്ങയില കറിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ വളരെ വലിയൊരു പാത്രത്തിൽ ഉള്ള പോലെ തോന്നും, എങ്കിലും ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ പരിപ്പ്. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പരിപ്പ് വേവിച്ച് മുരിങ്ങയിലയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് നമ്മൾ അടുപ്പ് കത്തിക്കുകയാണ്. ഒരുപാട് വേവാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങയും ഇച്ചിരി മുളക്, ചീനി മുളക് ഉള്ളതുകൊണ്ട് അതിട്ടു. സാധാരണ മുളകാണെങ്കിലും മതി. കുറച്ച് കുരുമുളക്, ഇച്ചിരി ജീരകം, ഇത് മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ്. പൾസ് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ തേങ്ങ കൊത്തായിട്ടിട്ടതുകൊണ്ടാണ്. അതിനുശേഷം ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരപ്പ് നമ്മളുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന മുരിങ്ങയും പരിപ്പും കൂടി ഉള്ളതിലേക്ക് ഒഴിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ മുരിങ്ങയ്ക്ക് ഒരു ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യും, അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. നമ്മൾ ചട്ടണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ സൈഡ് മാത്രം ഒന്ന് തിളച്ച് വന്നാൽ മതി. നമുക്ക് ഈ കറി ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇത് അടച്ച് വയ്ക്കാൻ പാടില്ല. ഉടനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുരിങ്ങയ്ക്ക് ഒരു ചെറിയ കയ്പ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഭയങ്കര ഹെൽത്തിയാണ്. കൂടുതൽ മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ജീരകവും കുരുമുളകും മാത്രമേ ഇതിലേ ഉള്ളൂ.